കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ എവ്രി വൺ. അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ UG എലക്റ്റീവ് ആയിട്ടുള്ള BPCS 186 എന്ന് പറയുന്ന ഒരു പേപ്പറാണ്. മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. അതായത് നമ്മുടെ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ്. മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പർ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു പേപ്പറാണ്, ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. അത്യാവശ്യം വായിച്ചാൽ തന്നെ നല്ല രീതിയിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ്. അപ്പൊ ഈ പേപ്പറിൽ സ്ട്രെസ് എന്താന്നുള്ളതും എങ്ങനെ സ്ട്രെസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, സ്ട്രെസ്സിന്റെ ഫാക്ടേഴ്സുകൾ, അതേപോലെ സ്ട്രെസ്സിന്റെ എഫക്റ്റ് എന്താണ്, നമുക്ക് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എങ്ങനെ കോപ്പ് ചെയ്യാൻ പറ്റും, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സുകൾ എങ്ങനെയൊക്കെയാണ്, അത് എങ്ങനെയൊക്കെ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു പേപ്പറിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ചില ആൾക്കാർക്ക് ഉണ്ടാവില്ലേ, എത്ര വായിച്ചാലും കോൺഫിഡന്റ് ആയിട്ട് ചിലപ്പോൾ എക്സാം എഴുതാൻ പറ്റണം എന്നില്ല, ഭയങ്കര പേടിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ പേപ്പർ നല്ല കോൺഫിഡന്റോട് കൂടെ പഠിക്കാനും എക്സാം എഴുതാനും നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഇഗ്നോ എക്സാം സപ്പോർട്ടാണ് ഞങ്ങൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇഗ്നോ ഫോക്കസ് 4.0യിലൂടെ പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസും ഹൈ ഈൽഡ് ടോപ്പിക്സും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റുകൾ ഏതൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ അതിലേക്ക് പോകാം നമുക്ക്. അപ്പൊ ഡോക്യുമെന്റ് റോഡ് മാപ്പ്, അതായത് നമ്മൾ സിലബസ് മാപ്പിങ്ങിലൂടെ നമ്മൾ സിലബസിലെ ബ്ലോക്സ് യൂണിറ്റുകൾ അല്ലാണ്ട് അല്ലെ, അതിലൂടെ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചത് ഏതൊക്കെയാന്നുള്ളത് എക്സാം റെലവൻസ് അനുസരിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാം പാറ്റേൺ എങ്ങനെയൊക്കെയാണ് എന്ന് അനലൈസ് ചെയ്തു. അതായത് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എങ്ങനെയൊക്കെയാണ്, ക്വസ്റ്റ്യന്റെ സ്ട്രക്ചേഴ്സ് എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്തു. ഇനി പ്രീവിയസ് ഇയറിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിന് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കറക്റ്റ് ഒരു ഗൈഡ് അല്ലെ റിവിഷൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ട് ഏതൊക്കെ ടോപ്പിക്സ് ആണ് ചോദിക്കാൻ സാധ്യത. അപ്പൊ ഇനി വരുന്ന എക്സാമിന് നമ്മളൊരു പ്രഡിക്ഷൻ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചോദിക്കാൻ പോവുക. അപ്പൊ അതിന്റെ ബേസിൽ നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് അത് അതിന്റെ ആൻസേഴ്സ് തന്നെ ഒരു ഹിന്റ് പോലെ അതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ കൂടുതൽ ആൻസേഴ്സ് കറക്റ്റ് ആയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിന്റെ നമ്മൾ ഈ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പറിന്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പോൾ ഇതിന്റെ ബേസിൽ ഓരോ നമ്മൾ ഈ സിലബസ് മാപ്പിംഗ് ചെയ്ത സമയത്ത് ഓരോ ടോപ്പിക്സ് ആണെങ്കിലും ബ്ലോക്സ് ആണെങ്കിലും യൂണിറ്റ് ആണെങ്കിലും ഓരോന്നിന്റെ വെയിറ്റ് അനുസരിച്ച് അല്ലെങ്കിൽ ഫ്രീക്വൻസി അനുസരിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒരു റിവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ നമ്മുടെ ലേണേഴ്സിന് ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് കൂടുതൽ എക്സാമിന് ഫോക്കസ് ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കാനും അവരെ കൂടുതൽ കോൺഫിഡന്റ് ആയിട്ട് എക്സാം എഴുതാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിലബസ് മാപ്പിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സിലബസ് മാപ്പിംഗ് ചെയ്തത് ബ്ലോക്സ്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്സിന്റെ അടിസ്ഥാനത്തിലാണ്. എക്സാം റെലവൻസിന്റെ ബേസിൽ നമ്മൾ ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലാണ് സിലബസ് മാപ്പിംഗ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഈ മാനേജിങ് സ്ട്രെസ് എന്ന് പറയുന്ന പേപ്പറിൽ 2 ബ്ലോക്കുകളാണുള്ളത്. ഒന്ന് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കും, രണ്ടാമത്തേത് എന്ന് പറയുന്നത് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബ്ലോക്കും കൂടിയാണ്. അപ്പൊ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1നാണ് ഒരു സ്ലൈറ്റ് ലീഡ് കാണിക്കുന്നത്. പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത് ഒന്നും കൂടെ റിപ്പീറ്റഡ് ആയിട്ട് ഏറ്റവും ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 1ൽ നിന്നാണ്. ബ്ലോക്ക് 2നെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ജൂൺ 22 മുതൽ 2022 മുതൽ ഡിസംബർ 2024 വരെ അനലൈസ് ചെയ്ത സമയത്താണ് ബ്ലോക്ക് 1നാണ് ബ്ലോക്ക് 2നേക്കാളും ഒന്നും കൂടെ ലീഡ് കാണിച്ചിട്ടുള്ളത്. ഇനി ഹീറ്റ് മാപ്പ് ഗ്രിഡ് ചെയ്യുന്ന സമയത്ത്, ഹീറ്റ് മാപ്പ് ഗ്രിഡ് എന്ന് വെച്ചാൽ എന്താ, ഫ്രീക്വൻസി ആയിട്ട് ഓരോ യൂണിറ്റിലും ചോദിച്ച ചോദ്യങ്ങളാണ് പറയുന്നത്. അപ്പൊ നമുക്ക് 2 ബ്ലോക്കുകളാണ് ഉള്ളത്. ഓരോ ബ്ലോക്കുകളും 4 യൂണിറ്റ് വീതമാണ് ഉള്ളത്. ബ്ലോക്ക് 1ലെ യൂണിറ്റ് 1നെ നോക്കുന്ന സമയത്ത് ഫ്രീക്വൻസി എന്ന് പറയുന്നത് 10 ഹയസ്റ്റ് ഫ്രീക്വൻസി ആണുള്ളത്. റിപ്പീറ്റഡ് ആയിട്ട് യൂണിറ്റ് 1നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്.
ഏറ്റവും കൂടുതൽ നല്ല ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ളത്. യൂണിറ്റ് 2 7 ആണ് ഫ്രീക്വൻസി ഉള്ളത്, അതും ഹൈ ഫ്രീക്വൻസി ആണ്. യൂണിറ്റ് 3 and 4 8 ആണ് ഫ്രീക്വൻസി, ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. ഇനി യൂണിറ്റ് അതായത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 നോക്കുന്ന സമയത്ത് ഫ്രീക്വൻസി 8 ആണ്, ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. യൂണിറ്റ് 6 7 ആണ്, അതും ഹൈ തന്നെയാണ്. യൂണിറ്റ് 7 and 8 നോക്കുന്ന സമയത്ത് 8 ആണ് ഫ്രീക്വൻസി, അതും ഹൈ ഫ്രീക്വൻസി തന്നെയാണ്. അപ്പൊ ഈ രണ്ട് ബ്ലോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഹൈ ഫ്രീക്വന്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ ഓരോ ബ്ലോക്കിലെയും യൂണിറ്റുകളിലെയും ഏതൊക്കെ ടോപ്പിക്സുകളാണ് ഫ്രീക്വന്റ് ആയിട്ട് റിലവന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നും 4 ടോപ്പിക്കുകളാണ് റിലവന്റ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് 10 പ്രാവശ്യം അപ്പയർ ചെയ്തിട്ടുണ്ട്, ഹൈ റെലവൻസ് ആണ് കാണിക്കുന്നത്. 10 പ്രാവശ്യം റിപ്പീറ്റ്, അതായത് 10 ഫ്രീക്വൻസി കൂടുതലാണ്, അതായത് റിപ്പീറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ച ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആണ്. ഇനി യൂണിറ്റ് 1 തന്നെ വേറൊരു ടോപ്പിക്കാണ് നേച്ചർ, ടൈപ്സ്, സിംറ്റംസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. 8 പ്രാവശ്യം അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് ആണുള്ളത്. യൂണിറ്റ് 1 മറ്റൊരു ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. 8 പ്രാവശ്യം ഇതും അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് തന്നെയാണ് ഇതിനുള്ളത്. ഇനി യൂണിറ്റ് 1 തന്നെ വേറെ 4ാമത്തെ ഒരു ടോപ്പിക്കാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. 7 പ്രാവശ്യം അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ ഇതിന് മീഡിയം റെലവൻസ് ആണുള്ളത്. ഇനി ബ്ലോക്ക് 1 സെക്കൻഡ് യൂണിറ്റിലെ മോഡൽസ് ഓഫ് സ്ട്രെസ്, അതായത് എല്ലാ മോഡൽസും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ മോഡൽസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതും 7 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മൾ ബ്ലോക്ക് 1 തേർഡ് യൂണിറ്റിൽ 2 ടോപ്പിക് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, റിപ്പീറ്റഡ് ആയിട്ട് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അതിൽ 1ാമത്തെ ടോപ്പിക്കാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. 7 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിന് മീഡിയം റെലവൻസ് ആണുള്ളത്. അതിലെ തന്നെ മറ്റൊരു ടോപ്പിക്കാണ് ഹോസ്റ്റിലിറ്റി, പെർഫെക്ഷനിസം, ലേൺഡ് ഹെൽപ്ലെസ്നെസ്, മോഡറേറ്റേഴ്സ്. ഇത് 8 പ്രാവശ്യം അപ്പയർ ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഈ യൂണിറ്റിലെ തന്നെ ടൈപ്പ് എ പേഴ്സണാലിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഒന്നും കൂടെ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് ആണ് തന്നെ ഉള്ളത്. ഇനി ബ്ലോക്ക് 1 ലാസ്റ്റ് യൂണിറ്റിലെ 4th യൂണിറ്റിലെ 2 ടോപ്പിക്സുകൾ ചോദിച്ചിട്ടുണ്ട്. അതിൽ 1ാമത്തെയാണ് എഫക്റ്റ് ഓഫ് ഹെൽത്ത്. ഇതിന് 7 പ്രാവശ്യം അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. പിന്നെ പെർഫോമൻസ്, പ്രൊഡക്ടിവിറ്റി, റിലേഷൻഷിപ്പ് 8 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിന് മീഡിയം റെലവൻസ് തന്നെയാണുള്ളത്. ഇനി സെക്കൻഡ് ബ്ലോക്കിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് ബ്ലോക്കിലെ ഓരോ യൂണിറ്റിൽ നിന്നും ഓരോ ടോപ്പിക്കുകളാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിൽ 5ാമത്തെ യൂണിറ്റിലെ കോപ്പിംഗ്, ഡെഫിനേഷൻ, ഗോൾസ് ആൻഡ് സ്റ്റൈൽസ് പറയുന്നതിൽ 8 പ്രാവശ്യം അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. 6ാമത്തെ യൂണിറ്റിലെ റിലാക്സേഷൻ ടെക്നിക്സ്, മെഡിറ്റേഷൻ, യോഗ, മൈൻഡ്ഫുൾനെസ് 7 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. 7ാമത്തെ യൂണിറ്റിലെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, ടൈം മാനേജ്മെന്റ് എന്ന ടോപ്പിക് 8 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. ലാസ്റ്റ് യൂണിറ്റ് ബ്ലോക്ക് 2 ലാസ്റ്റ് യൂണിറ്റ് ആണ് ഇന്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്ന യൂണിറ്റ്. ഇന്റർപേഴ്സണൽ സ്കിൽസ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് എന്ന് പറയുന്ന ടോപ്പിക്, അതും 8 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്, ഇതിനും മീഡിയം റെലവൻസ് തന്നെയാണ് ഉള്ളത്. ഇനി നമ്മളൊരു ഇൻസൈറ്റ് വെച്ചിട്ട് ഹൈ ഈൽഡ് ആയിട്ടുള്ള 3 ടോപ്പിക്കുകൾ ഉണ്ട്. ഹൈ ഈൽഡ്, അതായത് എപ്പോഴും ചോദിക്കുന്ന, ഭയങ്കര ചോദിക്കാൻ ഏറ്റവും ചാൻസ് കൂടുതലുള്ള 3 ടോപ്പിക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ചോദിച്ച് കണ്ടിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. യൂണിറ്റ് 1 ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മൾ ഡെഫിനേഷൻസും തിയറി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെ 2ാമത്തെ ടോപ്പിക്കാണ് കോപ്പിംഗ് സ്റ്റൈൽസ് ആൻഡ് ടെക്നിക്സ്. ഇതിൽ കോപ്പിങ്ങിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസും റിലാക്സേഷനെ കുറിച്ചിട്ടുള്ളതും ടൈം മാനേജ്മെന്റിനെ കുറിച്ച് കൂടുതൽ പ്രാക്ടിക്കൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇത് യൂണിറ്റ് 5 and 6, 7 എന്നുള്ള യൂണിറ്റുകളിൽ നിന്നുള്ളതാണ് ടോപ്പിക്. ഇനി ഇതിലെ 3ാമത്തെ ടോപ്പിക്കാണ് എഫക്ട് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്, ഹെൽത്ത്, പ്രൊഡക്ടിവിറ്റി, റിലേഷൻഷിപ്പ്. യൂണിറ്റ് 4 ടോപ്പിക്കാണ്. കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരു സിനാരിയോ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് എസ്സേ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും.
അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മുടെ എക്സാം പാറ്റേൺ അനാലിസിസ്, കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കാം. നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ 4 രീതിയിലാണ് ക്വസ്റ്റ്യന്റെ ഫോമാറ്റുകൾ ഉള്ളത്. ലോങ് ഫോം എസ് എ ക്വസ്റ്റ്യൻസ്, ഷോർട്ട് നോട്ടുകൾ, കമ്പാരിറ്റീവ് അല്ലെ അനലിറ്റിക്കൽ ടാസ്ക് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അപ്ലൈഡ് അല്ലെങ്കിൽ പ്രോസസ് എക്സ്പ്ലനേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ സ്റ്റെപ്പ് വൈസ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലോ അല്ലെങ്കിൽ ടെക്നിക് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളോ ഉണ്ടാവും. ഇനി മാർക്ക് ബേസിൽ അല്ലെങ്കിൽ റേഞ്ച് ബേസിലൊക്കെ എങ്ങനെയൊക്കെയാ ഇതിന്റെ ലെങ്ത് വരേണ്ടത് എന്നുള്ളതാണ്. ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിന് എങ്ങനെയൊക്കെയാണ് ലെങ്ത് വരേണ്ടത് അല്ലെങ്കിൽ റേഞ്ച് വരേണ്ടത് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ എന്നുള്ളതാണ് നോക്കുന്നത്. എസ് എ ക്വസ്റ്റ്യൻസിന് 8 to 10 മാർക്സ് വരെയാണ് ഉണ്ടാവുക. 300 വേർഡ്സിലാണ്, അപ്രോക്സിമേറ്റ് ആയിട്ട് 300 വേർഡ്സിൽ നമ്മൾ എക്സാം എഴുതണം. ഷോർട്ട് നോട്ടുകൾ 5 മാർക്കിനാണ് ചോദിക്കാറ്. ഓരോ ഷോർട്ടുകളും 5 മാർക്ക് വെച്ചിട്ടാണ് ഉണ്ടാവാറ്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 120 to 150 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. കമ്പാരിറ്റീവ് ഓർ അനലിറ്റിക്കൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 6 to 10 മാർക്സിനാണ് ചോദിക്കാറ്. അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഒരു 250 to 300 വേർഡ്സ് വരെ എഴുതേണ്ടതാണ്. അപ്ലൈഡ് ഒരു പ്രോസസ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ 6 to 10 മാർക്സിന് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് ആയിട്ട് ഒരു 250 to 300 വേർഡ്സിന് നമ്മൾ എക്സാം എഴുതേണ്ടതുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യന്റെ ഫോർമാറ്റ് ഡിസ്ക്രിപ്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ 4 രീതിയിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉള്ളത്. ലോങ് ഫോം എസ്സേസ് നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓർഗനൈസ് ആയിട്ട് തന്നെ എഴുതുക. ബ്രോഡ് ക്വസ്റ്റ്യൻ ആണ്. നല്ല ക്ലാരിറ്റിയോട് കൂടെ തന്നെ എന്താണ് അപ്ലിക്കേഷൻസും എല്ലാ കാര്യങ്ങളും വെച്ച് എക്സാമ്പിൾസുകൾ, ഡെഫിനീഷൻസുകൾ നല്ല രീതിയിൽ തന്നെ ഡിസ്കസ് ചെയ്തിട്ട് ആൻസർ എഴുതുക. ഒരു 300 വേർഡ്സിനാണ് നമ്മൾ എഴുതേണ്ടത്. ഷോർട്ട് നോട്ടുകൾ എപ്പോഴും സ്പെസിഫിക് ആയിട്ട് എന്താണ് ചോദ്യം ചോദിച്ചപ്പോൾ സബ് ടോപ്പിക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പെസിഫിക് ആയിട്ട് അത് എടുത്ത് എഴുതുക. അതിനെ ഫോക്കസ് ചെയ്തിട്ട് എഴുതുക. കറക്റ്റ് ആയിട്ട് പ്രിസൈസ് ചെയ്തിട്ട് നല്ല രീതിയിലുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് നല്ല ക്ലാരിറ്റിയോട് കൂടെ കൺസിസ്റ്റൻസിയോട് കൂടെ എഴുതുക. 120 to 150 വേർഡ്സ് വരെയൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. 5 മാർക്സ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിനും ഉണ്ടാവാറ്. പിന്നീട് കമ്പാരിറ്റീവ് ഓർ അനലിറ്റിക്കൽ ടാസ്ക് ആണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനാ പറയാം. അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷ് ചെയ്തൊക്കെ തിയറീസ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ മോഡൽസ് തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ വെച്ച് എഴുതാനൊക്കെയാണ് ചോദിക്കാറ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. ഒരു നമ്മൾ ടാബിളൊക്കെ വരച്ചിട്ട് ഇങ്ങനെ സിമിലാരിറ്റീസ് അല്ലെങ്കിൽ ഡിഫറൻസിയേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കുക. അല്ലെങ്കിൽ ബുള്ളറ്റ് പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ എക്സാം എഴുതുക. അത് 6 to 10 മാർക്സ് വരെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. 250 to 300 അപ്രോക്സിമേറ്റ് വേർഡ്സ് യൂസ് ചെയ്തിട്ടാണ് എക്സാം എഴുതേണ്ടത്. പിന്നെ ലാസ്റ്റ് ഒരു ടൈപ്പാണ് അപ്ലൈഡ് അല്ലെങ്കിൽ പ്രോസസ് എക്സ്പ്ലനേഷൻ എന്നൊക്കെ പറയുന്നത്. കൂടുതലും പ്രൊസീജിയേഴ്സിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. നമ്മൾ പ്രാക്ടിക്കൽ ഇംപ്ലിമെന്റേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ആണിത്. അപ്പൊ നമ്മളടുത്ത് പ്രോബ്ലം സോൾവിംഗ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പ്രോബ്ലം സോൾവിംഗിന്റെ സ്റ്റെപ്സുകൾ ഇങ്ങനെ പോയിന്റ് ആയിട്ട് എഴുതുക. അല്ലെങ്കിൽ ടെക്നിക്സ് ഓഫ് മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിന്റെ ഓരോ പ്രൊസീജിയേഴ്സ് നമ്മളിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. അതാണ് അപ്ലൈഡ് അല്ലെങ്കിൽ പ്രോസസ് എക്സ്പ്ലനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 6 to 10 മാർക്സ് വരെ വെച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മളൊരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറയുന്ന സമയത്ത് ഒരു 250 to 300 വേർഡ്സ് വെച്ചിട്ടൊക്കെയാണ് എക്സാം എഴുതേണ്ടത്. ഇനി ഓരോ ബ്ലോക്കിന്റെ അല്ലെങ്കിൽ യൂണിറ്റിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാന്നുള്ളതാണ് നോക്കുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു സ്ട്രെസ് എന്ന് പറയുന്ന ബ്ലോക്കിൽ 32 ആണ് ആവറേജ് മാർക്ക് ഒരു പേപ്പറിന്റെ. അതിൽ 32% ആണ് നമ്മൾ നോക്കുക. പിന്നെ ബ്ലോക്ക് 2 സ്ട്രെസ് മാനേജ്മെന്റ്, അതേപോലെ തന്നെ ഫാക്ടേഴ്സ് ആൻഡ് അഫക്റ്റ്, കോപ്പിംഗ് ആൻഡ് ടെക്നിക്സ്. ഇത് ബ്ലോക്ക് 2 യൂണിറ്റുകളാണ്. അപ്പൊ ഇതില് എങ്ങനെയാ വെച്ചാല് സ്ട്രെസ് മാനേജ്മെന്റിന് ആവറേജ് മാർക്ക് 30 ആണ്. 30% ആണ് ഷെയർ, അതായത് അപ്രോക്സിമേറ്റ് മാർക്ക് വരുന്നത്. ഫാക്ടേഴ്സ് ആൻഡ് അഫക്റ്റില് 20 ആണ് ആവറേജ് മാർക്ക്, 20% ആണ് ഉണ്ടാവാറ്. കോപ്പിംഗ് ആൻഡ് ടെക്നിക്സ് 80 ആണ് മാർക്ക് ആവറേജ് മാർക്ക്, 80% ഷെയർ ആണ് ഉണ്ടാവുക. അപ്പൊ ടോട്ടൽ ആയിട്ട് പറയുമ്പോഴത്തേന് 100 ആണ് ആവറേജ് മാർക്ക്, 100% ഷെയർ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു പാറ്റേൺ ഹൈലൈറ്റ്സ് ആണ് നമ്മൾ വിഷ്വലി കാണിക്കുന്നത്. അതായത് ഷോർട്ട് നോട്ടുകൾ എപ്പോഴും ഇതിൽ കാണിക്കുന്ന സമയത്ത് എസ് എ, ഷോർട്ട് നോട്ട്, കമ്പാരിറ്റീവ് അനലറ്റിക്കൽ, അപ്ലൈഡ് പ്രോസസ് എന്ന് പറഞ്ഞിട്ട് പല കളേഴ്സിൽ കാണിക്കുന്നുണ്ട് അല്ലെ. അതിൽ ഒരു ഓറഞ്ച് കളറിൽ കാണിക്കുന്ന അതാണ് ഷോർട്ട് നോട്ടുകൾ. ഈ ഷോർട്ട് നോട്ടുകൾക്ക് ഭയങ്കര സ്റ്റഡി ഒരു ഇൻക്രീസ് കാണിക്കുന്നത്. ഷോർട്ട് നോട്ടുകൾക്ക് എന്താണ് ഒരു 2022 മുതൽ 2024 വരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് 2022 30% ഓഫ് ഷോർട്ട് നോട്ടുകൾ ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് 2024 ആയ സമയത്ത് ഒരു 40% ആയിട്ട് കാണിച്ചു. അതായത് ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടായി ആ ഒരു ഷോർട്ട്
ടൈപ്പ് ക്വസ്റ്റ്യൻസുകൾ ലോങ് ഫോം എസ്സേസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു 40% ഡിക്ലൈൻ ആണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ പ്രൊപ്പോസിഷൻ ഒന്ന് കുറയാ ചെയ്തിട്ടുള്ളത്. കാരണം ഒന്ന് ടൈം മാനേജ്മെന്റിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു ലോങ് ഫോം എസ്സേസ് കുറഞ്ഞു പോയത്. പിന്നെ അനലിറ്റിക്കൽ ആൻഡ് അപ്ലൈഡ് പ്രോസസ്സ് വെച്ച് നോക്കുന്ന സമയത്ത് ഇവർ സ്റ്റേബിൾ ആയിട്ട് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് 10% ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മാർക്കിന് 10% ഇവരിങ്ങനെ സ്റ്റേബിൾ ആയിട്ട് ഒക്കുപ്പൈ ചെയ്തു. അതാണ് ഇങ്ങനെ വിഷ്വലി കാണിച്ചിട്ടുള്ളത്. ഇനി നമ്മളൊരു എക്സാം എഴുതുന്ന സമയത്ത് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് ഒരു ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ 3 മണിക്കൂറിന് ചോദ്യമാണെങ്കിൽ 100 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുക. അപ്പോൾ ഇത് 1.5 മിനിറ്റ് വെച്ചിട്ട് ഓരോ മാർക്കിനും നമ്മൾ അലോട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ലോങ് ഫോം എസ്സേസ് 40 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് 60 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ ലോങ് ഫോം എസ്സേസ് എഴുതാനെടുക്കുക. ഷോർട്ട് നോട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് 40 മാർക്കിന് ഉണ്ടാവുക. അതും ഒരു അപ്രോക്സിമേറ്റ് 16 മിനിറ്റ്സ് വെച്ചിട്ട് എഴുതി തീർക്കുക. കമ്പാരിറ്റീവ് ആൻഡ് അനലിറ്റിക്കൽ അപ്ലൈഡ് പ്രോസസ് എക്സ്പ്ലനേഷൻ ഈ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസുകളും 10 മാർക്ക് വീതമാണ് ഉള്ളത്. രണ്ടിനും അപ്രോക്സിമേറ്റ് ആയിട്ട് 15 മിനിറ്റ് വെച്ചുകൊണ്ട് നമ്മൾ എക്സാം എഴുതാൻ എടുക്കുക. അപ്പോൾ ഇതിലൊരു 10 മിനിറ്റ് നമ്മൾ റിവ്യൂ അല്ലെങ്കിൽ റിസർവ് ആയിട്ടുണ്ടാവും, ഒരു 10 എക്സ്ട്രാ കിട്ടുക. അപ്പൊ അത് എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഭാഗം വിട്ടു പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കി ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് 10 മിനിറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ ബ്ലോക്കിനെയും യൂണിറ്റിനെയും ടോപ്പിക്സിനെയൊക്കെ അനലൈസ് ചെയ്യുന്ന സമയത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച 10 ചോദ്യങ്ങൾ ഏതൊക്കെയാന്നുള്ളതാണ് നമുക്ക് നോക്കുന്നത്. ഓക്കെ, അതിൽ ആദ്യത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് ഡിസ്കസ് ഇറ്റ്സ് മെഷർമെന്റ്. അതായത് 9 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മളെ യൂണിറ്റ് 1 ബ്ലോക്ക് 1 ടോപ്പിക് ആണ്. കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്താന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതിന്റെ മെഷർമെന്റ് ഡിസ്കസ് ചെയ്യാനാണ് വന്നിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ക്രൈബ് വേരിയസ് മോഡൽസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. അതായത് അത് 8 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നമ്മൾ മോഡൽസ് ഓഫ് സ്ട്രെസ്സിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതുക. മൂന്നാമത്തെ ചോദ്യമാണ് ഡിസ്കസ് ദ സോഴ്സ് ഓഫ് സ്ട്രെസ് വിത്ത് എക്സാമ്പിൾസ്. സ്ട്രെസ്സിന്റെ സോഴ്സുകൾ എക്സാമ്പിളോട് കൂടെ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും 8 തവണ അപ്പയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. നാലാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ ടൈപ്പ് എ പേഴ്സണാലിറ്റി ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു സ്ട്രെസ്. ടൈപ്പ് എ പേഴ്സണാലിറ്റി എന്താന്നുള്ളതും അത് സ്ട്രെസ്സുമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നുള്ളതുമാണ് ക്വസ്റ്റ്യന്. അതും 8 തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ അഞ്ചാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത് പെർഫോമൻസ് ആൻഡ് റിലേഷൻഷിപ്പ്. 9 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആറാമത്തെ ചോദ്യമാണ് ഡിഫൈൻ കോപ്പിംഗ്. കോപ്പിംഗ് എന്താന്ന് ഡിഫൈൻ ചെയ്യാനും അതിന്റെ എക്സ്പ്ലെയിൻ ഡിഫറെന്റ് കോപ്പിംഗ് സ്റ്റൈൽസ്, പല സ്റ്റൈൽസ് ഓഫ് കോപ്പിംഗ് ഏതൊക്കെയാന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനുമാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഏഴാമത്തെ ചോദ്യമാണ് ഡിസ്കസ് റിലാക്സേഷൻ ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ ഫോർ സ്ട്രെസ് മാനേജ്മെന്റ്. സ്ട്രെസ് മാനേജ്മെന്റിന്റെ മെഡിറ്റേഷൻ ആൻഡ് റിലാക്സേഷൻ ടെക്നിക്സുകൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതും 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് ഓഫ് ടൈം മാനേജ്മെന്റ്. ടൈം മാനേജ്മെന്റിന്റെ കൺസെപ്റ്റും ടെക്നിക്സും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ചോദിച്ചൊരു ചോദ്യമാണ്. ഇതും ഫ്രീക്വന്റ് ആയിട്ട് 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി 9ാമത്തെ ചോദ്യമാണ് ഡിസ്ക്രൈബ് ദ ABCDE ടെക്നിക് ഓഫ് കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് വിത്ത് ആൻ എക്സാമ്പിൾ. ഒരു എക്സാമ്പിളോട് കൂടെ തന്നെ കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിങ് ടെക്നിക്കിന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 7 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ഇതിലെ 10ാമത്തെ ചോദ്യമാണ് എക്സ്പ്ലെയിൻ പ്രോബ്ലം സോൾവിംഗ് ആസ് എ ടെക്നിക് ഫോർ മാനേജിങ് സ്ട്രെസ്. ഒരു സ്ട്രെസ് മാനേജ് ചെയ്യുന്നതിന്റെ ഒരു ടെക്നിക്ക് ആയിട്ട് എങ്ങനെ പ്രോബ്ലം സോൾവിങ്ങിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും 7 തവണ റിലവന്റ് ആയിട്ട് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇനി ഇതൊരു ഫ്രീക്വൻസി ടേബിൾ ആണ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കാണിക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ആൻഡ് മാനേജ്മെന്റ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 നിന്നാണ്. 9 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇതിന്റെ ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8 ആണ്. രണ്ടാമത്തെ ടോപ്പിക് ആണ് മോഡൽ ഓഫ് സ്ട്രെസ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ആണ്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് 8 തന്നെയാണ്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 1 മറ്റൊരു ടോപ്പിക് ആണ് സോഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് 8 തന്നെയാണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 3 ഒരു ടോപ്പിക് ആണ് ടൈപ്പ് പേഴ്സണാലിറ്റി ആൻഡ് സ്ട്രെസ് എന്ന് പറയുന്നത്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 5 ആണ് ആവറേജ് മാർക്ക്. ഇനി അടുത്ത ടോപ്പിക് ആണ് എഫക്ട് ഓൺ ഹെൽത്ത് പെർഫോമൻസ് ആൻഡ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ഒരു ടോപ്പിക് ആണ്. 9 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഹയസ്റ്റ് ആയിട്ട് അപ്പിയറൻസ് ചെയ്ത് കണ്ടിട്ടുണ്ട്. 8 ആണ് ആവറേജ് സ്കോർ വരുന്നത്. അടുത്ത ടോപ്പിക് ആണ് കോപ്പിംഗ് ആൻഡ് കോപ്പിംഗ് സ്റ്റൈൽസ്. ബ്ലോക്ക് 2 യൂണിറ്റ് 5 ഒരു ടോപ്പിക് ആണ്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 8 തന്നെയാണ് ആവറേജ് സ്കോർ ആയിട്ട് വരുന്നത്. അടുത്ത ടോപ്പിക് ആണ് റിലാക്സേഷൻ ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഒരു ടോപ്പിക് ആണ്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 8 ആണ് ആവറേജ് സ്കോർ വരുന്നത്. പിന്നെ ടൈം മാനേജ്മെന്റ് കൺസെപ്റ്റ് ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ആണ്. 8 തവണ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. 8 തന്നെയാണ് ആവറേജ്
മാർക്ക് എന്ന് പറയുന്നത് ABCDE ടെക്നിക് ഓഫ് REBT എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റഡ് ആയിട്ട് 7 തവണ കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഒരു ടോപ്പിക്കാണ് ആവറേജ് മാർക്ക് എന്ന് പറയുന്നത്. ഇതിന് 8 ആണ്. പിന്നെ പ്രോബ്ലം സോൾവിങ് ആസ് സ്ട്രെസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 ഒരു ടോപ്പിക്കാണ് 7 തവണ അപ്പിയർ ഇത് കണ്ടിട്ടുണ്ട്. ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 8 ആണ്. ഇനി ഒരു സ്ട്രാറ്റജി എങ്ങനെയാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, നമ്മൾ എഴുതുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ പറയില്ലേ, നമ്മൾ എഴുതുന്ന സമയത്ത് നമ്മൾ 5 മിനിറ്റിന്റെ ഉള്ളിൽ ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക. അതായത് നമ്മളടുത്ത് ഇപ്പോൾ എക്സ്പ്ലെയിൻ ദ കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ചോദിക്കുന്ന സമയത്ത് 5 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ റേറ്റ് ചെയ്തിടുക. എന്നിട്ട് അതിന്റെ ആൻസേഴ്സ് ഒരു 12 മുതൽ 15 മിനിറ്റിന്റെ ഉള്ളിൽ എഴുതി തീർക്കുക. പിന്നെ ആൾട്ടർനേറ്റീവ് ആയിട്ട് നമ്മൾ എന്താണ് ഫുൾ ലെങ്ത് ഉള്ള ആൻസേഴ്സും ഷോർട്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതും എങ്ങനെ വെച്ചാൽ, ഇപ്പൊ നമ്മുടെ അടുത്ത് ലോങ് എസ്സേസ് ചോദിക്കുന്ന സമയത്ത് ബുള്ളറ്റ്സുകളും, അതായത് ഇങ്ങനെ പോയിന്റ് ആയിട്ട് ഉള്ള രീതിയിലൊക്കെ നമ്മൾ ആൻസേഴ്സ് എഴുതി പോവുക 300 വേർഡ്സിന്. നമ്മൾ ഓരോ ഈ 10 ചോദ്യങ്ങൾ നമ്മൾ 2 പ്രാവശ്യങ്ങളിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും കൂടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇനി പറയുന്ന സമയത്ത് എന്താ വെച്ചാല്, നമ്മള് ഈ 10 ചോദ്യങ്ങളും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാല് 80% വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അതായത് ഒരു 100% എടുക്കുന്ന സമയത്ത് 80% ചാൻസ് ഉള്ള ഇതാണ് ഈ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ. ബാക്കിയുള്ള 20% എന്ന് പറയുന്നത് മറ്റുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം. ഇനി സ്റ്റുഡൻസിലുള്ള ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ, അതായത് ഒരു സമയം വെച്ചിട്ട് ഇതിന്റെ ഉള്ളിൽ നമ്മൾ മാക്സിമം എഴുതി പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യേണ്ട എങ്ങനെയാണ് ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു ഫുൾ ആൻസേഴ്സ് എങ്ങനെ എഴുതേണ്ടത്, ഒരു സൊല്യൂഷൻ മോഡൽ എങ്ങനെ ആയിരിക്കണം, എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ഡെപ്ത് ആയിട്ട് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എക്സാം എഴുതുന്ന ഏതൊക്കെ പോയിന്റ്സുകൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഒരു സ്റ്റുഡന്റ് ഇൻസ്ട്രക്ഷൻസിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇനി ടോപ്പിക് പ്രോബബിലിറ്റി, പ്രഡിക്ഷൻ അനാലിസിസും, ഓരോ ടോപ്പിക്സിന്റെ പ്രോബബിലിറ്റി, ചാൻസസ് ഓഫ് ഒക്കറൻസ് എത്രയുണ്ട്, നമ്മൾ അതിന്റെ പ്രഡിക്ഷൻ ഇനി വരാനുള്ള ഒരു അനലൈസ് ചെയ്യാണ്. അപ്പൊ ബ്ലോക്ക് 1 യൂണിറ്റ് 1 കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 90% ഹൈ ആണ്, ഹൈ പ്രോബബിൾ ആണ്. നമ്മൾ പ്രഡിക്ഷൻ ഹൈ ആണ്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 മറ്റൊരു ടോപ്പിക്കാണ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്. പ്രോബബിലിറ്റി 70 ആണ്. ഇതും ഹൈ കാറ്റഗറിയിൽ വരുന്നത് തന്നെയാണ്. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 മറ്റൊരു ടോപ്പിക്കാണ് മോഡൽ ഓഫ് സ്ട്രെസ്, GAS, ഗാസ് ആൻഡ് കോഗ്നിറ്റീവ് അപ്രൈസൽ എന്നൊക്കെ പറയുന്ന മോഡൽസുകൾ. 80% ആണ് പ്രോബബിലിറ്റി ഉള്ളത്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 3 ടൈപ്പ് പേഴ്സണാലിറ്റി, 70% ആണ് പ്രോബബിലിറ്റി ഉള്ളത്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 4 എഫക്ട് ഓഫ് സ്ട്രെസ് ഓൺ ഹെൽത്ത്, പെർഫോമൻസ്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് 90% ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്, ഹൈ പ്രോബബിലിറ്റി ആണ്, ഹൈ കാറ്റഗറി ആണ് ഉള്ളത്. ഇനി യൂണിറ്റ് 5 കോപ്പിംഗ് ആൻഡ് കോപ്പിംഗ് സ്റ്റൈൽസ് എന്ന് പറയുന്ന ടോപ്പിക്കിന് 80% ആണ് പ്രോബബിലിറ്റി ഉള്ളത്, ഹൈ കാറ്റഗറി തന്നെയാണ്. യൂണിറ്റ് 6 ബ്ലോക്ക് 2 യൂണിറ്റ് 6 റിലാക്സേഷൻ ടെക്നിക്സ് ആൻഡ് മെഡിറ്റേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിന് 80% ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്, ഹൈ തന്നെയാണ്. യൂണിറ്റ് 7 ടൈം മാനേജ്മെന്റ്, മെട്രിക്സ് ഓർ ടെക്നിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കിന് 80% പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്, ഹൈ കാറ്റഗറി ആണ്. യൂണിറ്റ് 7 ABCDE അല്ലെങ്കിൽ REBT എന്ന് പറയുന്ന ടെക്നിക്ക് 60% പ്രോബബിലിറ്റി ആണ് കാണിക്കുന്നത്, ഇതിന് മീഡിയം കാറ്റഗറി ആണുള്ളത്. യൂണിറ്റ് 8 പ്രോബ്ലം സോൾവിങ്ങിന് 60% ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്, ഇതിനും മീഡിയം കാറ്റഗറി ആണുള്ളത്. ഇനി ബ്ലോക്ക് 1 യൂണിറ്റ് 3 വേറൊരു ടോപ്പിക്കാണ് പെർഫെക്ഷനിസം, ഹോസ്റ്റിലിറ്റി, ലേൺഡ് ഹെൽപ്ലെസ്നെസ്. ഇതിന് 40% ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്, മീഡിയം കാറ്റഗറി ആണുള്ളത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 30% പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്, ഇതിന് ലോ ആണ് കാറ്റഗറി, അതായത് ഇതിന് ഫ്രീക്വൻസി ലോ ആണ്. ഇനി
ബ്ലോക്ക് 2-ലെ 8ാമത്തെ യൂണിറ്റിൽ ഇന്റർപേഴ്സണൽ സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ, സെൽഫ് അവയർനെസ് EI എന്ന് പറയുന്നത് 40% ആണ് പ്രോബബിലിറ്റി കാണിക്കുന്നത്. ഇതിലും മീഡിയം ആണ് കാറ്റഗറി ഉള്ളത്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 3-ലെ മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് 30% ഓഫ് പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇതിന്റെ കാറ്റഗറി ലോ ആണ്. ബ്ലോക്ക് 1-ലെ യൂണിറ്റ് 1-ലെ ഒരു ടോപ്പിക്കാണ് സോഴ്സ് ഓഫ് സ്ട്രെസ്. ഇത് 60% പ്രോബബിലിറ്റി കാണിക്കുന്നുണ്ട്. ഇതിന്റെ കാറ്റഗറി എന്ന് പറയുന്നത് മീഡിയം ആണ്. ഇനി നമ്മൾ എങ്ങനെയൊക്കെയാണ് എക്സാം എഴുതുന്ന രീതികൾ എന്നുള്ളതിലെ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ പറയുന്നത്. കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് ചോദിക്കുന്ന സമയത്ത് അതിൽ 10 പേപ്പറിൽ 9 പേപ്പറിൽ നമ്മൾ ഇതേ ടോപ്പിക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അത് either ഡയറക്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കാം. ഇനി മെഷർമെന്റ് ഓഫ് സ്ട്രെസ്സിലേക്ക് വരുന്ന സമയത്ത് 10 ക്വസ്റ്റ്യൻ പേപ്പറിൽ 7 എണ്ണത്തിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതായത് ഒരു കമ്പൈൻഡ് ക്വസ്റ്റ്യൻ പോലെയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ മോഡൽ ഓഫ് സ്ട്രെസ് എടുക്കുന്ന സമയത്ത് 10 പേപ്പറിൽ 8 പേപ്പറിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ഗ്യാസ് ആൻഡ് കോഗ്നിറ്റീവ് അപ്രൈസൽ ആണ്. ഇനി അടുത്ത ടോപ്പിക്കാണ് ടൈപ്പ് എ പേഴ്സണാലിറ്റി. ഇത് ഒരു എസ്സേ അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ടൊക്കെ ആയിട്ട് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഒരു 10 പേപ്പറിൽ 7 പേപ്പറും ചോദിച്ചു കണ്ടതാണ് ഈ ഒരു ടോപ്പിക് എന്ന് പറഞ്ഞ ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി. ഇനി എഫക്ട് ഓഫ് സ്ട്രെസ്, ഹെൽത്ത്, പെർഫോമൻസ്, റിലേഷൻഷിപ്പ് ഇത് ഒരു പെരിനിയൽ തീംസ് പോലെയാണ്. ഇത് ഒരു 10 പേപ്പറിൽ 9 എണ്ണത്തിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അടുത്ത ടോപ്പിക്കാണ് കോപ്പിംഗ് എന്നുള്ളത്. കോപ്പിംഗ് സ്റ്റൈൽസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് ഡെഫിനീഷന്റെ കൂടെ. ഒരു 10 ഔട്ട് ഓഫ് 10 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 8 ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഇനി റിലാക്സേഷൻ ടെക്നിക്സിൽ 10 എണ്ണത്തിൽ 8 എണ്ണത്തിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. കൂടുതലും ഈ മെഡിറ്റേഷൻ അല്ലെങ്കിൽ മെഡിറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടെക്നിക്സുകളൊക്കെയാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത്. പിന്നെ ടൈം മാനേജ്മെന്റിൽ ടൈം മെട്രിക്സ് അല്ലെങ്കിൽ ടെക്നിക്സ് ഒക്കെ നമ്മൾ ഒരു 10 സെഷൻസിൽ 8 എണ്ണത്തിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ ABCDE അല്ലെങ്കിൽ REBT എന്ന് പറയുന്നത് ഒരു കൂടുതലും 10 സെഷൻസിൽ 6 എണ്ണത്തിലും പോപ്പുലറിൽ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് പ്രോബ്ലം സോൾവിങ്. ഇതൊരു സ്ട്രെസ് മാനേജ്മെന്റ് ഒരു പാർട്ടായിട്ട് നിൽക്കുന്നതാണ് പ്രോബ്ലം സോൾവിങ്ങിന്. ഔട്ട് ഓഫ് 10-ൽ 6 എണ്ണത്തിലും കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തതാണ് പെർഫെക്ഷനിസം, ഹോസ്റ്റിലിറ്റി അല്ലെങ്കിൽ ലേൺ ഹെൽപ്ലെസ്നെസ് പറയുന്നത് 10 എണ്ണത്തിൽ 4 എണ്ണത്തിലേ ചോദിച്ചു കണ്ടിട്ടുള്ളൂ. പിന്നെ അടുത്താണ് യോഗ, മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ ബയോ ഫീഡ്ബാക്ക്. ലെസ് ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചതാണ്. ഔട്ട് ഓഫ് 10-ൽ 3 പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ളൂ. പിന്നെ ഇന്റർപേഴ്സണൽ സ്കിൽസ്, അതായത് ഇത് ഷോർട്ട് നോട്ട് ആയിട്ടോ അല്ലെങ്കിൽ കമ്പൈൻ ആയിട്ടോ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതിൽ 10 എണ്ണത്തിൽ 4 എണ്ണത്തിലൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് ഔട്ട് ഓഫ് 10 സെഷൻസിൽ 3 സെഷൻസിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ സോഴ്സ് ഓഫ് സ്ട്രെസ്, അതായത് 10 സെഷൻസിൽ 6 സെഷൻസിൽ കണ്ടിട്ടുണ്ട്. കൂടുതലും എക്സാമ്പിൾസോട് കൂടിയിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്, അല്ലെങ്കിൽ മെഷർമെന്റ്സോട് കൂടിയിട്ടൊക്കെയാണ് കണ്ടിട്ടുള്ളത്. ഇനി ഹൈ പ്രോബബിലിറ്റി ഉള്ളത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കുന്നത്. കൺസെപ്റ്റ് ഓഫ് സ്ട്രെസ്, മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്, മോഡൽ ഓഫ് സ്ട്രെസ്, ഗ്യാസ് കോഗ്നിറ്റീവ് അപ്രൈസൽ, ടൈപ്പ് എ പേഴ്സണാലിറ്റി, എഫക്ട് ഓഫ് സ്ട്രെസ്, കോപ്പിംഗ് സ്റ്റൈൽസ്, റിലാക്സേഷൻ ടെക്നിക്സ് ഓർ മെഡിറ്റേഷൻ, ടൈം മാനേജ്മെന്റ്. ഇനി ഇതിന്റെ സ്ട്രാറ്റജീസ് എന്ന് വെച്ചാൽ ഫുൾ ലെങ്ത് എസ്സേസുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഷോർട്ട് ടൈപ്പ് എസ്സേസുകൾ നമ്മൾ 2 തവണ അതിന്റെ ആൻസേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ടൈം വെച്ചിട്ടൊക്കെ നമ്മൾ എക്സാം ഒരു പ്രാക്ടീസ് ചെയ്ത് എഴുതാൻ ശ്രമിക്കുക. അതിന്റെ കൺസെപ്റ്റുകളൊക്കെ മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. പിന്നെ കൂടുതലും ഈ ഫ്ലോ ചാർട്ടുകളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ പ്രോസസ് അല്ലെങ്കിൽ ടെക്നിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലോ ചാർട്ടുകളൊക്കെ യൂസ് ചെയ്യുക. ഇനി മീഡിയം പ്രോബബിൾ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങൾ ഒരു 40 to 69% വരെ ചോദിച്ച ചോദ്യങ്ങളാണ് ABCDE അല്ലെങ്കിൽ REBT. പ്രോബ്ലം സോൾവിംഗ്, പെർഫെക്ഷനിസം, ഹോസ്റ്റിലിറ്റി, ലേൺഡ് ഹെൽപ്ലെസ്നെസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, സോഴ്സ് ഓഫ് സ്ട്രെസ്സുകൾ. ഇതിന്റെ സ്ട്രാറ്റജി എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഷ് കാർഡ് പോലെ ഡിഫിനീഷൻ എക്സാമ്പിൾസ് കൊടുക്കുക, ഒരു ഔട്ട്ലൈൻസ് പ്രിപ്പയർ ചെയ്യുക, ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഔട്ട്ലൈൻ പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അത് എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതുക. നമ്മൾ കൂടുതൽ ഡീപ്പർ ആയിട്ട് കമ്പൈൻ ചെയ്തിട്ടൊക്കെ നമ്മൾ എക്സാം എഴുതാൻ ശ്രമിക്കുക. ഇനി റോ പ്രോബബിൾ ആയിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് യോഗ, മൈൻഡ്ഫുൾനെസ്, ബയോ ഫീഡ്ബാക്ക്, മോഡറേറ്റേഴ്സ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത്. ഇത് എന്ന് വെച്ചാൽ ഒരു കൂടുതലും ഒരു സെൽഫ് ക്യൂസേഴ്സ് ആയിട്ടൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റുക, എങ്ങനെയൊക്കെയാ പഠിക്കുക, നമ്മൾ ലോ സ്ട്രെസ്സിനെ കുറിച്ച് പഠിക്കുക, ലോ സ്ട്രെസ് ആയിട്ട് പഠിക്കുന്നതാണ്, ലോ ഡിസ്ട്രാക്ഷൻ ബേസ്റ്റുകളാണ് ഇതൊക്കെ. ഇനി നമ്മളൊരു പ്രിഡിക്റ്റീവ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് ടേം ആൻഡ് എക്സാമിനേഷൻ ജൂൺ 2025 BPCS 186 മാനേജിങ് സ്ട്രെസ്സിന്റെ ടൈം എന്ന് പറയുന്നത് 2 hour ആണ്. മാക്സിമം മാർക്ക് 50 ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രിഡിക്റ്റീവ് ആയിട്ട് പ്രിപ്പയർ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു മോക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു 5 ക്വസ്റ്റ്യന് അറ്റൻഡ് ചെയ്യുക. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യന് ഓരോ സെക്ഷനിലും ഉണ്ടായിരിക്കണം. എല്ലാ ക്വസ്റ്റ്യനും ഈക്വൽ മാർക്കാണുള്ളത്. എല്ലാ ക്വസ്റ്റ്യൻസും 300 വേർഡ്സിലാണ് എഴുതേണ്ടത്. അതിൽ ആദ്യത്തെ സെക്ഷൻ എയില് ആദ്യത്തെ ചോദ്യമാണ്
A. Define stress and construct a table comparing it physiological, psychological, and behavioral symptoms. B. With the help of a scenario, discuss 2 ways to measure stress in a workplace. അപ്പോൾ ബ്ലോക്ക് 1 കൺസെപ്റ്റ് ആൻഡ് മെഷർമെന്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്നാണ് കേട്ടോ അത് വന്നിട്ടുള്ള യൂണിറ്റ് 1. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് യൂസിങ് എ റിയൽ ലൈഫ് കേസ് എക്സാമ്പിൾ എ സ്റ്റുഡന്റ് പ്രിപ്പയറിംഗ് ഫോർ കോമ്പറ്റീറ്റീവ് എക്സാംസ് അനലൈസിംഗ് ദ ആപ്ലിക്കേഷൻ ഓഫ് ജനറൽ അഡാപ്റ്റേഷൻ സിൻഡ്രം ഗാസ് ആൻഡ് cognitive appraisal model in explaining their stress experience. ബ്ലോക്ക് 1 മോഡൽസ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ളതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 3 എ എക്സ്പ്ലെയിൻ പെർഫെക്ഷനിസം ആൻഡ് ലേൺ ഹെൽപ്ലെസ്നെസ് ആസ് എ ഫാക്ടർ കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ്. B. Given a brief personality profile, identify and justify whether the individual is more at risk of stress due to type A personality trait. ഇതും ബ്ലോക്ക് 1 ഫാക്ടേഴ്സ് ആൻഡ് കോൺട്രിബ്യൂട്ടിംഗ് ടു സ്ട്രെസ് പ്രോൺനെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ്. ക്വസ്റ്റ്യൻ 4 എക്സാമിൻ എ കേസ് വെർ ആൻ ഇൻഡിവിജ്വൽസ് വർക്ക് പെർഫോമൻസ് ഡിക്ലൈൻ ഡ്യൂ ടു ക്രോണിക് സ്ട്രെസ്. A. Identify the health, productivity and relational impacts. B. Suggest 2 strategies for mitigating these effect with the reasons. ബ്ലോക്ക് 1 എഫക്ട് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ് ഈ ചോദ്യങ്ങൾ. സെക്ഷൻ ബി ക്വസ്റ്റ്യൻ നമ്പർ 5 പ്രസന്റ് എ ടേബിൾ സമ്മറൈസിംഗ് 4 മേജർ കോപ്പിംഗ് സ്റ്റൈൽസ് ആൻഡ് യൂസിംഗ് എ കേസ് ഓഫ് എ യൂണിവേഴ്സിറ്റി സ്റ്റുഡന്റ് റെക്കമെൻഡ് വിച്ച് സ്റ്റൈൽ വുഡ് ബി മോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് വൈ. ബ്ലോക്ക് 2 കോപ്പിംഗ് വിത്ത് സ്ട്രെസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 6 ഡിസൈൻ എ ഡെയിലി റിലാക്സേഷൻ റൂട്ടീൻ ഫോർ എൻ ഓഫീസ് വർക്കർ എക്സ്പീരിയൻസിംഗ് ഹൈ ജോബ് സ്ട്രെസ് ഇൻക്ലൂഡ് അറ്റ്ലീസ്റ്റ് 1 എവിഡൻസ് ബേസ്ഡ് മെഡിറ്റേഷൻ or biofeedback technique and explain how each component address specific symptom of stress. ബ്ലോക്ക് 2 റിലാക്സേഷൻ ടെക്നിക്സ് മെഡിറ്റേഷൻ ആൻഡ് ബയോഫീഡ്ബാക്ക് എന്നുള്ളതിൽ നിന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7 എ പ്രോജക്ട് മാനേജർ faces repeated deadlines. A. Illustrate the time management metrics with this scenario. Allocating specific tasks. B. Discuss 2 time management techniques that could improve productivity and reduce stress. ബ്ലോക്ക് 2 ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതിൽ നിന്നാണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 8 read the following problem solving scenario. A teacher is experiencing conflict between colleagues and growing anxiety. A. Outline the stepwise approach to problem solving as a stress management tool. B. Apply the ABCDE technique of REBT to help the teacher reframe their thoughts. ബ്ലോക്ക് 2 പ്രോബ്ലം സോൾവിംഗ് കോഗ്നേറ്റീവ് റീസ്ട്രക്ചറിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ഇത് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ ഇതിന്റെ ഹിന്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആ ടോപ്പിക്കിൽ ഏതൊക്കെയാണ് പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് എന്താ പറയാ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ താങ്ക് യു.